Good evening all. Today's class is lecture 2 under chapter number 2, combinational circuits. Screen visible ano, audible ano, any issues? Good evening all, good evening. Good evening Kirti, good evening Divya, good evening Nitu, good evening. Yes, okay, good evening. Good evening all. Good evening. Yes, good evening Miss B. Good evening Anju. Tafsila Kitu. Good evening all. Okay, start ചെയ്യാം. ഇന്നലെയാണ് നമ്മൾ മൾട്ടിപ്ലക്സേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ 2/1 മാർക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. 2/1 മാർക്സ് നിങ്ങൾ എല്ലാവരും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു, ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, റൈറ്റ്? 4/1 വന്നപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നു, റൈറ്റ്? സോ ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് 4/1 മാർക്സ്. അതിന്റെ പ്രോബ്ലംസ് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോവാം. Then we'll get into 8/1 മാർക്സ്. എക്സാംസിൽ നോർമലി 2/1 ആണ് ചോദിക്കാറ്. അല്പം ടഫ്നെസ് ലെവലുള്ള പേപ്പർ ആണെങ്കിൽ 4/1 ക്വസ്റ്റ്യൻസ് വരും. കുറച്ചധികം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വേണമെങ്കിൽ 8/1 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ വിൽ കവർ 2/1, 4/1 and 8/1 മൾട്ടിപ്ലക്സസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടായ കൺഫ്യൂഷൻസ്, കുറച്ച് പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇന്ന് റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, so we will start with the 4/1 multiplexer. Okay, so let me write the question number 1. Today's question number 1. Okay, question number 1. Identify the values of identify the values of W, X, Y and Z so that the function f of a comma b comma c equals sigma 1, 2, 4, 6. 1, 2, 4 and 6. And the figure is given. The function is implemented by using a 4/1 multiplexer. ഇന്നലെ ക്ലിയർ അല്ലാത്തവരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 4/1 marks. It has 4 number of inputs: I0, I1, I2, I3. It's a 4/1 marks. Okay, and the function f of a, b, c is the output. Its min terms are sigma 1, 2, 4 and 6. And select lines are S0 and S1. Select lines are S1 and S0, and the values are S1 equal to A, S0 equal to B. And we have to identify the values of W, X, Y and Z in terms of the variable C. W can be C, can be C bar, can be 0 or a 1. Similarly, X can be C, Z bar, 0 or a 1. So 4 options ഉണ്ടാവും. ഓപ്ഷൻസ് ഞാൻ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ABCD 4 ഓപ്ഷൻസ് ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഒരു മൾട്ടിപ്ലക്സിന്റെ ഫിഗർ നമുക്ക് തന്നു, ഔട്ട്പുട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിൻ ടേംസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എയും ബിയും കണക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് LSB ആണെന്നറിയാം, 3MSB ആണെന്നറിയാം, S0 LSB ആണെന്നറിയാം, S1 MSB ആണെന്ന് അറിയാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിലൊക്കെ ഫോളോ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ലെങ്തി ആയിട്ട് മാറും. അപ്പൊ ആ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളൊരു ഷോർട്ട് കട്ടിനെ കുറിച്ച്
പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റൈറ്റ്. എന്താ ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? I0 അല്ലെ, I0, I1, I2 ആൻഡ് I3 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു റോ ആയിട്ട് എഴുതും. ഇവാലുവേറ്റ് ചെയ്യേണ്ട വാല്യൂസ് ഫോർ നമ്പർ ഓഫ് ഇൻപുട്ട് 0 to 3. എയും ബിയും ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഇൻപുട്ടിൽ നമ്മൾ സിയുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ്, ഡിഫറെന്റ് ഫോംസിലായിരിക്കും ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ സി മാത്രമാവാം, ചിലപ്പോൾ സി ബാർ ആവാം, ചിലപ്പോൾ സീറോ ആവാം. സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഡോട്ട് സി ബാർ ആണ് സീറോ. സിയുടെ ഒരു ഫോം തന്നെയാണ് സീറോ. ചിലപ്പോൾ ലോജിക് 1 ആവാം. 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സി പ്ലസ് സി ബാർ. സിയുടെ ഒരു ഫോം, ഡിഫറെന്റ് ഫോം ആണ് ലോജിക് 1. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്തത്? നമ്മൾ സെക്കൻഡ് റോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് റോ നമ്മൾ ഇൻപുട്സ് എഴുതി I0 to I3. സെക്കൻഡ് റോ ഈസ് ഈക്വൽ ടു സി ബാർ ഈക്വൽ ടു 1. ഓക്കെ, തേർഡ് റോ സി ഈക്വൽ ടു 1. ഓക്കെ ആണോ? ലാസ്റ്റ് ക്ലാസ്സിൽ ആബ്സെന്റ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ 4/1 മാർക്സിന്റെ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പേര് ആബ്സെന്റ് ആയിരുന്നു തോന്നുന്നു. റൈറ്റ്, ജസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് എ 4/1 മൾട്ടിപ്ലെക്സർ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഈ 4/1 മാർക്സിന് നമുക്ക് എത്ര ഇൻപുട്സ് ഉണ്ടാവും? 4 ഇൻപുട്സ് ഉണ്ടാവും. I1, I2 up to I3. 4 number of inputs. എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? ഒറ്റ ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവും. Right, and the output is selected based on the logic connected to the select lines S0 and S1. Okay, so truth table select line ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഔട്ട്പുട്ടില് ഏത് ഇൻപുട്ട് വരണം എന്നുള്ളത്. ഡാറ്റ സെലക്ടർ ആണ്. ഇൻപുട്ടിലെ ഡാറ്റ സെലക്ട് ചെയ്ത ഔട്ട്പുട്ടിൽ വരും. 4 ഇൻപുട്ട് ഉണ്ട്. ഏത് ഇൻപുട്ടിലെ ഡാറ്റ സെലക്ട് ചെയ്യണം, ഏത് ഇൻപുട്ടിലെ ഡാറ്റ ഔട്ട്പുട്ടിൽ അപ്പിയർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് കണക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സെലക്ട് ലൈൻസിലെ ലോജിക് ആണ്. 2 വേരിയബിൾ ആണ് സെലക്ട് ലൈൻസിലുള്ളത്. 4 കോമ്പിനേഷൻസ് ഓഫ് കോഴ്സ് പോസിബിൾ ആയിരിക്കും അല്ലേ. സോ 0 ആണെങ്കിൽ ഏതാ സെലക്ട് ചെയ്യുക, ഏതാ ഔട്ട്പുട്ടിൽ വരിക? I0 ഇൻപുട്ട് ആയിരിക്കും. 0 ആണെങ്കിൽ I1 ആയിരിക്കും. 10 I2, 11 I3. അതാണ് അതിന്റെ പ്രോപ്പർട്ടി. റൈറ്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ 2 വേരിയബിൾ ഫംഗ്ഷൻസും നമുക്ക് 2/1 മാർക്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. കുറെ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അതുപോലെ 2 വേരിയബിൾസ്, അതുപോലെ 3 വേരിയബിൾ ഫംഗ്ഷൻസ്. എല്ലാ 3 വേരിയബിൾ ഫംഗ്ഷൻസും നമുക്ക് 4/1 മാർക്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് എ 3 വേരിയബിൾ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ f of ABC ആണ്. അതിന് മിൻ ടൈംസ് 1 to 4, 6 ആണ്. അപ്പൊ ആ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് പ്രോപ്പർലി കണക്ട് I0, I1, I2, I3 ഇൻ ടേംസ് ഓഫ് ദ വേരിയബിൾ സി. സി ആവാം, സി ബാർ ആവാം, 0 ആവാം, 1 ആവാം. ഓക്കെ ആണോ? അത് എങ്ങനെയൊക്കെ കൊടുക്കണം, ഏതൊക്കെ ആയിരിക്കണം I0, I1, I2, I3 വാല്യൂസ്, അല്ലെങ്കിൽ WXYZ വാല്യൂസ്, WXYZ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അതിനാണ് നമ്മളൊരു ഷോർട്ട് കട്ട് പറഞ്ഞത്. ആ ഷോർട്ട് കട്ടില് ഐഡന്റിഫൈ ചെയ്യേണ്ട ഇൻപുട്സ് നമ്മൾ ഒരു റോ ആയിട്ട് എഴുതും, I0 to I3. Then the third variable സിയുടെ 2 ഫോം എഴുതും. സി ബാർ ഈക്വൽ ടു 1 കണ്ടീഷൻ, സി ഈക്വൽ ടു 1 കണ്ടീഷൻ. ഓക്കെ, അപ്പം 3 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? ABC-ല് 8 കോമ്പിനേഷൻസ് ഉണ്ടാവും അല്ലെ. 01, 010, 011, 100, 101, 110, 111. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് റോ നിങ്ങൾ നോക്കിയേ. സി ബാർ ഈക്വൽ ടു 1. സി ബാർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സി എന്തായിരിക്കണം? സി ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ സെക്കൻഡ് റോയില് സി ഈക്വൽ ടു 0 ആവുന്ന മിൻ ടേംസ് പ്രോഗ്രസീവ് ഓർഡറിൽ എഴുതണം. അതായത് ലീസ്റ്റ് ടു ഹയസ്റ്റ് വാല്യൂ വരുന്ന മിൻ ടേംസ് എഴുതണം. സി ഈക്വൽ ടു 0 ആവുന്ന മിൻ ടേംസ്. സി ഈക്വൽ ടു 0 ആവുന്ന മിൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്തായിരിക്കും? ഈവൺ മിൻ ടേംസ് ആയിരിക്കും അല്ലെ. സി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 0. സോ ദേ ആർ M0,
M2 even, M4 even, M6 even. So C bar equal to 1 implies C equal to 0, C equal to 0. And even minterms, they are in progressive order M0, M2, M4 and M6. M4 and M6. Okay, right? Then the third row corresponding to C equal to 1. C equal to 1 implies those minterms which are odd. They are M1, M3, M5 and M7. So 1, 3, 5, 7. So M1, M3, M5 and M7. Done. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ട മീൻ ടേംസ് ഏതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, 2, 4, 6. 1, 2, 4 and a 6. അത് നമ്മൾ സർക്കിൾ ചെയ്യും. So we are going to circle those mean terms. They are required at the output side of the given multiplexer. They are 1, 2, 4, 6. So min term 1, M1, min term 2, M2, min term 4, M4, min term 6, M6. Okay. ഇനി നമ്മൾ I0, I1, I2, I3 വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യുമ്പം I0യുടെ കോളം നമ്മൾ നോക്കുന്ന സമയത്ത് തേർഡ് റോയിൽ M1 ആണ് സർക്കിൾ ചെയ്തിരിക്കുന്നത്. സോ C equal to 1 ആണ്. സോ I0 should be connected with C. So W will be equal to C. Okay. I1 കോളം നോക്കുന്ന സമയത്ത് അപ്പർ റോ ആണ്, M2 ആണ്. M2 corresponding to C complement. So I1 should be equal to C complement. So X should be equal to C complement. Similarly, I2 also equal to C complement because M4 is circled. M4 is corresponding to C bar equal to 1. So I2 should be connected to C bar. Similarly, I3 also should be connected to C bar. So Y is C bar, Z is also C bar. Okay. കഴിഞ്ഞു. അപ്പൊ ഒരു ലോജിക് ഡയഗ്രാം തരും, അതിന്റെ ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യും, നിങ്ങളോട് ഇൻപുട്ട് ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. വളരെ സിമ്പിൾ ആണ്. ഇൻപുട്ടില് തേർഡ് വേരിയബിൾ ആയിരിക്കും, സെലക്ട് ലൈനിൽ പ്രസന്റ് അല്ലാത്ത വേരിയബിൾ ആയിരിക്കും. ഇവിടെ വേരിയബിൾ സി ആണ്. സിയുടെ ഡിഫറെന്റ് ഫോംസ് ആയിരിക്കും. അപ്പൊ നമ്മൾ സി ബാർ ഈക്വൽ ടു 1ഉം സി ഈക്വൽ ടു 1ഉം എഴുതുന്ന കേസിൽ സി ബാർ ഈക്വൽ ടു 1 ആകുമ്പം സി ഈക്വൽ ടു 0 ആണ്. ഈവൻ മിൻ ടേംസ് പ്രോഗ്രസീവ് ഓർഡറിൽ എഴുതി പോവും. സി ഈക്വൽ ടു 1 ആണെങ്കിൽ ഓഡ് മിൻ ടേംസ് പ്രോഗ്രസീവ് ആയിട്ട് എഴുതി പോവും. കോളംസ് I0 to I3 ആയിരിക്കും. ആവശ്യമുള്ള മിൻ ടേംസ് നമ്മൾ സർക്കിൾ ചെയ്യും. കറസ്പോണ്ടിങ് I0 to I3 വാല്യൂസ് നമ്മൾ ആ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. സോ യുവർ സൊല്യൂഷൻ വിൽ ബി 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. എ, ബി, സി, ഡി. 4 ഓപ്ഷൻസും W, X, Y, Z വാല്യൂസിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. പല ഓപ്ഷൻസ് ഉണ്ടാവും. 1, 1, 0, 1, C bar, C bar ഒരു ഓപ്ഷൻ ഉണ്ടാവും. C1, C bar 0 പല ഓപ്ഷൻ ഉണ്ടാവും. സോ യു കൻ ഗോ ഫോർ ദ തേർഡ് ഓപ്ഷൻ. ഓപ്ഷൻസ് ഞാൻ ആദ്യം എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. റൈറ്റ്. ഈ മെത്തേഡ് ക്ലിയർ ആണോ? I0 to I3 വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡ്. റിവേഴ്സ് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇൻപുട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഔട്ട്പുട്ട് ഐഡന്റിഫൈ ചെയ്യാം യൂസിങ് ദ സെയിം ടെക്നിക് നമുക്കത് അടുത്ത പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഈ കാര്യം ക്ലിയർ ആണോ? യെസ് ഓർ നോ? വളരെ കുറച്ച് പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. യെസ് ഓർ നോ? യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നമുക്കൊരു ഇഷ്യൂ ഇല്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരും ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഇവിടെ ഇപ്പം ഇൻപുട്ടിന്റെ ഓപ്ഷനില് സി ബാർ തന്നു. 1000 ആണെങ്കിൽ അതായിരിക്കത്തില്ലേ ഓപ്ഷൻ? സിയുടെ വേരിയബിൾ പറയാതിരുന്നാൽ 1101 കൊടുത്തു കഴിഞ്ഞാലാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, സപ്പോസ് ഈ സി ഓപ്ഷൻ സിക്ക് പകരം 1000 ആണ് കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കില്ലേ ആൻസർ? 1000 അല്ലേ? ഓക്കെ, ആ ഒരു സംശയം വന്നുകൊണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ്. ഓക്കെ, റൈറ്റ്, നോ പ്രോബ്ലം.
സോ ദിവ്യ പറഞ്ഞത് ഇതിന് സർ പകരം ഒരു ഡൗട്ടും കൂടെ സർ. യെസ് പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇപ്പൊ ഈ ഫിഗറും കൂടെ തരുമല്ലോ നമുക്ക്. ഫിഗർ തന്നിട്ട് WXYZ അല്ലെങ്കിൽ I0 I1 I2 അല്ല, I3 നമ്മുടെ S0യും S1ഉം എയും ബിയും ആണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ റിസൾട്ട് സി ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാണ്. അതെ. ബാക്കി ഈ ഇൻപുട്ടില് എ വരുന്ന കേസ് ഉണ്ടാവാം, ബി വരുന്ന കേസ് ഉണ്ടാവാം, സി സെലക്ട് ലൈനിലാവാം. അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യും അല്ലേ? മെൻഷൻ ചെയ്യും. ആ ഡിഫറെന്റ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഹോൾഡ് ചെയ്യാം, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പം വേറൊരാള് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് അഡ്രസ് ചെയ്യാം. റൈറ്റ്. സോ സെലക്ട് ലൈൻസിലൊന്നും അവർ മാറ്റം പറഞ്ഞിട്ടില്ല. സോ സെലക്ട് ലൈൻസ് ആർ S0, S1, A and B. ഇൻപുട്ടില് 4 ഡിഫറെന്റ് ഇൻപുട്സ് ഉണ്ട്. അതിൽ അവർ പറഞ്ഞത് 1000 അല്ലേ? അതല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1000. റൈറ്റ്, വെരി ഗുഡ്. ആൻഡ് ഇറ്റ്സ് 4/1 മാർക്സ്. അപ്പം അവര് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ ആൻസർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെയിം ഇൻ ടേംസ്, അതായത് 1 2 1 2 4 6 ആണ് വരിക എന്നാണ് പറയുന്നത് അല്ലേ? ശരിയല്ലേ? 1 2 4 6 ആണ് റിക്വയർഡ് ഔട്ട്പുട്ട്. 1000 ആണെങ്കിൽ ശരിയാവോ എന്നാണ് ചോദ്യം. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? Okay, right. So let me write A, B, C. Total 8 combinations. ഇത്രയും കോമ്പിനേഷൻസ് മാത്രമേ പോസിബിലിറ്റീസ് ഉള്ളൂ. ഇതല്ലാതെ വേറൊരു കോമ്പിനേഷനും നമുക്ക് വരാൻ സാധ്യതയില്ല. ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ഓൺലി 3 വേരിയബിൾസ്. ABC സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, 3 വേരിയബിൾസ് ഓൾ. റൈറ്റ്. സോ ലെറ്റ് മീ റൈറ്റ് ദ ഔട്ട്പുട്ട് F. ഫസ്റ്റ് കേസ് നിങ്ങൾ നോക്കിയേ, 000. 000 എന്ന് പറഞ്ഞാൽ എയും ബി എന്താണ്? 00 അല്ലെ? എയും ബിയും 00 ആയിട്ടുള്ള 2 കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ടേബിളിൽ നോക്കിയാൽ നിങ്ങൾ എയും ബിയും സീറോസ്. എയും ബിയും സീറോസ് ആണെങ്കിൽ വി ആർ ഷുവർ ദാറ്റ് ഔട്ട്പുട്ട് എന്താ സെലക്ട് ചെയ്യുന്നുണ്ടാവുക? I0 ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ? I0ൽ എന്താ കൊടുത്തിരിക്കുന്നത്? 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 2 കേസിലെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതിൽ സംശയമുണ്ടോ? തർക്കമുണ്ടോ? കറക്റ്റ് ആണോ? യെസ്, പറയാൻ പറ്റുമോ? റൈറ്റ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ അഗെയിൻ. നമ്മൾ ABC 3 വേരിയബിൾസ് ആണ്. അതിൽ 2⁻3 8 കോമ്പിനേഷൻസ് ആയിരിക്കും ടോട്ടൽ ആയിട്ട് നമുക്ക് ഉണ്ടാവുക. 8 മിൻ ടേംസ് ഉണ്ടാവും അല്ലെ? 3 വേരിയബിൾസ് അല്ലേ ഉള്ളൂ. അപ്പൊ 2⁻3 = 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ 8 കോമ്പിനേഷൻസ് മാത്രമേ എക്കും ബിക്കും സിക്കും വരുള്ളൂ. അത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ 8 കോമ്പിനേഷനും എഴുതിയിട്ട് ഞാൻ എൻ്റെ ഔട്ട്പുട്ടിന്റെ ബിഹേവിയർ നോക്കുവാണ്. അപ്പം ആദ്യത്തെ 2 കോമ്പിനേഷൻ 000യും 001ഉം ആണ്. ആ 2 കോമ്പിനേഷന്റെയും പ്രോപ്പർട്ടി അതിൽ രണ്ടിലും എയും ബിയും എന്താണ്? സീറോസ് ആണ് അല്ലെ? എയും ബിയും സീറോസ് ആണെങ്കിൽ S1ഉം S0യും സീറോസ് ആണല്ലോ. S1ഉം S0യും സീറോസ് ആണെങ്കിൽ ഏതാ സെലക്ട് ചെയ്യാം? I0 ഇൻപുട്ട് ആണല്ലോ സെലക്ട് ചെയ്യാം. I0 ഇൻപുട്ടിൽ എന്താ കൊടുത്തിട്ടുള്ളത്? 1 ആണല്ലോ. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ കോമ്പിനേഷനിലും 1 ആയിരിക്കും, അടുത്ത കോമ്പിനേഷനിലും 1 ആയിരിക്കും. അതിൽ സംശയങ്ങളുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ ആണല്ലോ. റൈറ്റ്. ഇനി നമ്മൾ മിൻ ടൈം നോക്കിയേ. നിങ്ങൾ ഇതിൽ മിൻ ടൈം 0 ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഇതെന്താണ്? മിൻ ടൈം ഏതാണ്? 0 ആണ് അല്ലെ? അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സിഗ്മ 0 ഉണ്ടാവും, സിഗ്മ 0 ഉണ്ടാവും, 1 ഉണ്ടാവും അല്ലെ? 2ഉം 3 ഉണ്ടാവോ? ലെറ്റസ് ചെക്ക്. 2 എന്ന് പറഞ്ഞ എന്താ കോമ്പിനേഷൻ നോക്കിയാൽ നിങ്ങൾ A = 0, B = 1 അല്ലെ? 0 1. 0 1ൽ എന്താ സെലക്ട് ചെയ്യാം? I1 വിൽ ബി സെലക്ടഡ്. I1 എന്താണ്? 0 ആണ്. അപ്പൊ ഈ 2 കേസിലും സീറോസ് ആയിരിക്കും. ഓക്കെ ആണോ? Then the third set comes from 1 0, 100 and 101. So both കേസിലും 1 0 ആണ് AP. I2 സെലക്ട് ചെയ്യും. I2 is also 0, so output will be 0. And the last case 111, എയും ബിയും 1 1 ആണ്. ലാസ്റ്റ് 2 സെറ്റ്സ് ആണ് 1 1 വരുന്ന കേസ്. I3 സെലക്ട് ചെയ്യും. I3ൽ എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? 0 ആണ്. So this will be 0. So the midterms corresponding to this circuit is not 1 2 4 6. They are sigma 0, 1. And the solution 1 1 0 0 is wrong.
1 triple 0 ആണെങ്കിൽ എന്തേ വരുള്ളൂ? F equal to sigma 0 1 മാത്രമല്ലേ വരുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ 1 2 4 6. ഓക്കെ ആണോ? സോ ഇൻഷാല്ല ക്ലിയർ ആണോ? സോ the option 1 triple 0 is wrong. ക്ലിയർ ആണല്ലോ? റൈറ്റ്. ഓക്കെ. കുറച്ച് പേർക്ക് വീണ്ടും സംശയങ്ങൾ ഉണ്ടാവാം. ഇന്നലെ യെസ് പറയൂ, ഷനിയ പറയൂ. സർ അപ്പോ സീന് 1 അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? 100 വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്നാണോ? വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്നല്ല, നിങ്ങള് WXYZ 1 triple 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് മിൻ ടേംസ് 1 2 4 6 ആയിരിക്കില്ല, സിഗ്മ 0 1 ആയിരിക്കും. അപ്പം ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷനിൽ ഒരിക്കലും 1 triple 0 വരില്ല. ദാറ്റ് ഈസ് റോങ്. അപ്പോ ഏതായിരിക്കും സൊല്യൂഷൻ? നമ്മൾ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്തു. സി ബാർ ആൻഡ് സി ബാർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. അപ്പൊ സീന് വാല്യൂ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. സീന് ഇപ്പൊ 0 കൊടുക്കുകയാണെങ്കിലും മിൻ ടേം തെറ്റും, അപ്പൊ 1 കൊടുത്താലും തെറ്റും. അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കണ്ട. റൈറ്റ്, അതും കൂടെ ഞാൻ അഡ്രസ് ചെയ്യാം. ലെറ്റ് us make it clear. Okay, no problem. Please listen. മനസ്സിലായി. Please listen. Right. Please listen. So again I'm writing 3 different variables, total combinations 8 ആണെന്ന് നമുക്കറിയാം. Okay, and I'm writing the output. Right, നമ്മുടെ actual solution I0, I1, I2 and I3, C bar, C bar and C bar. Okay. So C ആയിരുന്നു, ഇത് C complement, the C complement, and the select lines are all are input lines. All are lines A, P, right? S1, S0. Okay. So again, look at the two table. 8 കോമ്പിനേഷൻസ് ഉണ്ട്. എയും ബിയും 0 ആണെങ്കിൽ ആദ്യത്തെ 2 റോസ് അല്ലെ, ഫസ്റ്റ് സെറ്റ് A equal to B equal to 0s. ഏതാ സെലക്ട് ചെയ്യുക? എയും ബിയും 0 ആണെങ്കിൽ I0 will be selected അല്ലെ, this one will be selected. I0 is connected to C അല്ലെ, അപ്പൊ C ഇവിടെ സിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ഔട്ട്പുട്ട് ഓൾസോ വിൽ ബി 0. ഈ കേസിൽ C 1 ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി 1. I am moving to the next 2 combinations. They are 0 1 0 and 0 1 1. AB equal to 0 1. Either select I1 will be selected. ശരിയല്ലേ? I1 is connected to C bar. Then C equal to 0. Then output will be C bar. So C bar will be 1. C equal to 1. C bar will be 0. Then I am moving to the third set with AB equal to 1 0, 1 0 0 and 1 0 1. 1 0 implies I2 will be selected, C bar will be selected, output equal to C complement. So C equal to 0 here, C complement will be 1, C equal to 1 here corresponding to 1 0 1 and C complement will be 0. Then finally I'm moving to the last set, fourth set, 1 1 0 and 1 1 1. So both A and B are 1 1. So the I3 input is selected. So output will be corresponding to I3. I3 equal to C complement. So C complement will be 1 here. C complement will be 0 here. So the minterms of these functions from the table are M1, M2, M4 and M6. So M1, M2, then M4 and M6. 1 2 4 6 and 1 2 4 6 is given in the question. So the solution C bar is correct. If you are connecting C bar like this, your output will be sigma 1 2 4 6. Okay, forget about ones and zeros. If you are connecting some other inputs, you won't get the function 1 2 4 6 at the output side. ക്ലിയർ ആണോ ഷനിയ? ഇതാണോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? റൈറ്റ്. ഓക്കെ. റൈറ്റ്. എനി അതർ ക്വറീസ്? അപ്പൊ ഇവിടെ ഓരോ സെലക്ടറിനും 0 1 വരാം. ഒരു വേരിയബിൾ ആണല്ലോ, സി വേരിയബിൾ ആണ്, സി ബാറും ഒരു വേരിയബിൾ ആണ്. അതിന് 2 വാല്യൂസ് പോസിബിൾ ആണ്, ഐദർ 0 or 1.
അതിന്റെ കൂടെ എക്കും ബിക്കും പോസിബിലിറ്റീസ് ഉണ്ട്. എല്ലാ പോസിബിലിറ്റീസും നോക്കിയിട്ടായിരിക്കും ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? റൈറ്റ്. സർ, Yes. സി ചൂസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലായിരുന്നു. സി ചൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? സെലക്ട് ലൈൻസിൽ ഇല്ലാത്തത് അങ്ങനെ എന്തോ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു നേരത്തെ. ഒന്നുമില്ല, നമുക്ക് 3 വേരിയബിൾസ് ആണെന്നറിയാം. ബിക്കോസ് ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി സി എന്ന് എഴുതിയിട്ടുണ്ട്, എ ബി സി. അതിൽ എയും ബിയും നമ്മൾ യൂസ് ചെയ്തു സെലക്ട് ലൈനിൽ. ദ തേർഡ് വേരിയബിൾ സി ഈസ് നോട്ട് യൂസ്ഡ്. അപ്പം ഇൻപുട്ടിൽ നമ്മൾ സിയുടെ ഡിഫറെന്റ് ഫോംസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ എപ്പോഴും സിയും സി ബാർ ആയിക്കൊള്ളണമെന്നില്ല. 0 വരുന്ന കേസിൽ അതും സിയുടെ ഫോം തന്നെയാണ്. ഈ കേസിൽ അത് വരുന്നില്ല, 0 വരുന്നില്ല. സോ സി ബാർ ഡോട്ട് സി എപ്പോഴും 0 ആയിരിക്കും. സിയുടെ ഡിഫറെന്റ് ഫോം ആണ് 0യും 1ഉം. ബിക്കോസ് സി ബാർ പ്ലസ് സിയും അത് 1 ആയിരിക്കും. അപ്പം സെലക്ട് ലൈൻസിൽ മിസ്സിംഗ് ആയിട്ടുള്ള വേരിയബിൾ ഇൻപുട്ടിലാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതും നമ്മളത് സോൾവ് ചെയ്യുന്നതും. ഓക്കെ ആണോ ചോദിച്ചാൽ ലക്ഷ്മിപ്രിയ? റൈറ്റ്. ഇനി ചെറിയൊരു സംശയം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെയിം ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം, സാർ ഇവിടെ സി ബാർ ഈക്വൽ ടു 1 എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? സി ഈക്വൽ ടു 1 മുകളിൽ എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്ക് ചെയ്യാം. സി ഈക്വൽ ടു 1 ഫസ്റ്റ് സെക്കൻഡ് റോ എടുക്കാം. ഫസ്റ്റ് റോ മൈ ഇൻപുട്ട് വേരിയബിൾസ് I1, I2, I3. C, let me check that. C equal to 1. Okay, C bar equal to 1 താഴെ എടുക്കാം, കുഴപ്പമില്ല. തേർഡ് റോ ഒക്കെ എടുക്കാം. C bar equal to 1. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? C equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ മിൻ ടേംസ് നമ്മൾ ഫസ്റ്റ് റോയിൽ എഴുതാം? C1 ആവുന്ന മിൻ ടേംസ് അല്ലെ? ഏതൊക്കെയാണ് അത്? ഓഡ് മിൻ ടേംസ് ആയിരിക്കും. M1, M3, M5 and M7. അത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. C bar equal to 1 implies C equal to 0, C equal to 0. That implies E1 min terms, M2, M4 and M6. And the required min terms are 1, 2, 4, 6. We should circle 1, 2, 4 and 6. If you are looking towards up, that implies I0 should be connected to C. I1 should be connected to താഴത്തെ റോ ആണ് C complement അല്ലെ? ഈ റോയിലാണ് സർക്കിൾ correspond to C complement. I2 also equal to C complement. I3 also equal to C complement. Hence the solution remains the same. C complement, C complement and a C complement. I0, I1, I2, I3 with select lines A and P. And this will be sigma 1, 2, 4 and 6. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സാർ ഒരു ഡൗട്ട്, അതായത് നമ്മുടെ ഇപ്പൊ സിഗ്മയില് നമ്മുടെ 0, 1, 2, 4, 6 വന്നാല് ഇൻപുട്ടിൽ എങ്ങനെയായിരിക്കും സാർ? 0യും കൂടെ വന്നാല്, 0യും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? M0യും കൂടെ സർക്കിൾ ചെയ്യണ്ടേ? അപ്പം I0 വെർട്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പം സെക്കൻഡ് റോയില്, ഈ റോയില് M1 സർക്കിൾ ചെയ്തുകൊണ്ട് C ഉണ്ട്, പ്ലസ് താഴത്തെ ഏറ്റവും അവസാനത്തെ റോയില് M0 സർക്കിൾ ചെയ്തുകൊണ്ട് അതിന് C ബാർ ഉണ്ട്. വാട്ട് വിൽ ബി C plus C bar? C plus C bar will be equal to 1. So your I0 should be equal to 1. So this should be equal to 1. Min term 0യും കൂടെ വരുവാണെങ്കിൽ, that is obvious. Min term 0 implies A, B, C, triple 0. Aയും Bയും zeros ആണ്. 0, 0 കൊടുക്കുമ്പം ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ഉണ്ടെങ്കിൽ 1 ആയിരിക്കണം. So I0 will be selected corresponding to triple 0. So I0 is connected to 1, will give me A1 at the output side corresponding to combination triple 0. That implies min term 0 is present. Okay now? Okay sir. Right. So let me make it as C. C. M1 is circuit. Okay. Okay. വീണ്ടും നിങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടാവാം. പ്രോബ്ലം ഇങ്ങനെയല്ല, നേരെ റിവേഴ്സ് ആയിട്ട് വരാമല്ലോ. അതായത് വളരെ സിമ്പിൾ ആണ്. സപ്പോസ്
Let me mark it as. നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞോ? ലാസ്റ്റ് സ്ലൈഡ് ഇത് കഴിഞ്ഞോ? കോപ്പി ചെയ്തോ? യെസ്, കഴിഞ്ഞല്ലോ അല്ലേ? റൈറ്റ്, ഓക്കെ. So the same problem may appear in a different manner. That is, figure തന്നിട്ടുണ്ടാവും. Okay, and inputs are also given. Inputs തന്നിട്ടുണ്ടാവും. Let me take the same inputs. Okay, C bar, and a C bar. C complement, and a C complement. And you may ask to identify f of A, B, C equal to sigma. You may ask to identify the min terms. 4 options ഉണ്ടാവും. ആ 4 ഓപ്ഷനും min terms ന്റെ ഓപ്ഷൻ ആയിരിക്കും. ഏത് min term ആണ് ഔട്ട്പുട്ടിൽ വരുന്നതെന്ന് ചോദിക്കും. And select lines are also shown S0, ES1, A, and P. I0, 1, I2, and I3. It's a 4x1 max. ഓക്കെ ആണോ? അങ്ങനെ തന്നാലും നമുക്ക് സെയിം ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. നേരത്തെ ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്തു, ഇൻപുട്ട് I0, I1, I2, I3 എന്താണെന്ന് ചോദിച്ചു, 4 ഓപ്ഷൻസ് തന്നു, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പോഴെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്സ് സ്പെസിഫൈ ചെയ്തു, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്. സെയിം മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. C bar equal to 1 എഴുതാം, C equal to 1 എഴുതാം. ഇൻപുട്സിൽ I0, I1, I2, I3 മാർക്ക് ചെയ്യാം. C bar equal to 1 implies C equal to 0. Even min terms ആയിരിക്കും M2, M4, M6. Odd min terms ആയിരിക്കും M1, M3, M5, and M7. അപ്പൊ നമ്മൾ ഇൻപുട്ടിലെ കണക്ഷൻ നോക്കിയാൽ നിങ്ങൾ I0 ഈക്വൽ ടു എന്താണ് കുട്ടികളെ? I0 ഈക്വൽ ടു C ആണ്. I0 C വരണമെങ്കിൽ ഏത് min term ആയിരിക്കണം സർക്കിൾ ചെയ്തിട്ടുണ്ടാവുക? M1 ആയിരിക്കണം. സോ സിഗ്മയിൽ എന്തുണ്ടാവും? സിഗ്മയിൽ 1 ഉണ്ടാവും. ഓക്കെ, I1 ഈസ് കണക്റ്റഡ് ടു C കോംപ്ലിമെന്റ് ആണ്. I1 ഈസ് C കോംപ്ലിമെന്റ്. ഓക്കെ ആണോ? അപ്പം I1 കറസ്പോണ്ടിങ് ആയിട്ട് വന്ന min term സർക്കിൾ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ min term 2 വിൽ ബി പ്രസന്റ്. I2 നിങ്ങൾ നോക്കി, അഗെയിൻ C കോംപ്ലിമെന്റ് ആണ്. I2 C കോംപ്ലിമെന്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഏത് min term സർക്കിൾ ചെയ്തിട്ടുണ്ടാവണം? M4 സർക്കിൾ ചെയ്തിട്ടുണ്ടാവണം. സോ ദർ വിൽ ബി എ 4 min term 4. Then I3 നോക്കിയാൽ നിങ്ങൾ ലാസ്റ്റ് കോളം, C bar is connected. That implies min term 6 should be present. So 1, 2, 4 and a 6. അപ്പൊ either ways നമുക്ക് ഈ ഷോർട്ട് കട്ട് very much comfortable ആണ് if the size of the multiplexer is 4x1 or above. 2x1 ആണെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല, ഈ ടേബിളിന്റെ ആവശ്യമില്ല. അവിടെ നമുക്ക് ടേബിൾ വരയ്ക്കാം, പക്ഷെ അവിടെ ടേബിളിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. യൂഷ്വലി ഔട്ട്പുട്ടിന്റെ ലോജിക് എക്സ്പ്രഷൻസ് ചോദിക്കുന്നത് 2x4ന്റെ ക്വസ്റ്റ്യൻസിലാണ്, 2x1ന്റെ ക്വസ്റ്റ്യൻസിലാണ്. 2x1 മക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലത്തിലാണ് സാധാരണഗതിയിൽ ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ A + B, A bar + B bar ആ എക്സ്പ്രഷൻസ് ഓപ്ഷൻസ് ആയിട്ട് വരാം. 4x1 മക്സിന്റെ പ്രോബ്ലംസ് ആണെങ്കിൽ സാധാരണഗതിയിൽ ഒന്നുകിൽ I0 to I3 വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഫോർ എ ഗിവൺ ഔട്ട്പുട്ട് min terms, or for a given inputs I0 to I3 they may ask you to identify the min terms present at the output. ആ രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ ആണോ? രണ്ട് മെത്തേഡും ക്ലിയർ ആണോ? നമുക്ക് രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് യു അണ്ടർസ്റ്റുഡ്. പ്രോബ്ലം പറയട്ടെ, നെക്സ്റ്റ് പ്രോബ്ലം പറയട്ടെ. ചെയ്യില്ലേ? ചെയ്യാൻ പറ്റില്ലേ? സംശയങ്ങളുണ്ടോ? സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്, പറയൂ. സർ പറഞ്ഞില്ലേ ഇപ്പൊ C bar + C നമുക്ക് വരും, അതായത് ഇപ്പൊ M0 M1 ഒരു ഇതിൽ വന്നു കഴിഞ്ഞാല് C bar + C എന്ന് എഴുതും. അപ്പൊ C bar dot C നമ്മൾ എപ്പോഴാ എഴുതുക? Alright, so നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ കവർ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ക്ലിയർ. ഓക്കെ, അപ്പൊ ഹോൾഡ് ചെയ്യാം കേട്ടോ. അടുത്ത പ്രോബ്ലം ഞാൻ ആ പ്രോബ്ലം പറയാം. റൈറ്റ്, ഓക്കെ. സോ ലെറ്റ് മീ ടേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. 4x1 multiplexer is given. Okay, that's a good question. Question number 3. 4x1 multiplexer is given. 0, 1, 2, and 3. Okay. That is I0, I1, I2, and I3. It's a 4x1 mux. There are two select lines. They are
S1 and S0. A and B are connected, right? And output is specified. Let me say output f of A, comma B, comma C equals sigma 4, 5, 6. 4, 5, 6. Identify the values of W, X, Y, and Z. So, ഈ കേസിൽ നിങ്ങൾ പറഞ്ഞ ക്വറി വരുമെന്ന് വിചാരിക്കാം. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. സെയിം ഷോർട്ട് കട്ട് I0, I1, I2, I3 നമ്മൾ എഴുതും. Of course, the third variable in the form ആയിരിക്കും ഇൻപുട്ട് നമുക്കറിയാം. So, C bar equal to 1, C equal to 1 എഴുതും. Right? Even min terms ആയിരിക്കും M0, M2, M4 and M6. Odd min terms ആയിരിക്കും താഴെ M1, M3, M5, M7. Okay? And നമ്മൾ എന്ത് ചെയ്യും? Required min terms circle ചെയ്യും. ഏതൊക്കെ required min terms? 4, 5, 6. 4, 5 and a 6. 4, 5 and a 6. Correct ആണല്ലോ? 4, 5, 6. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളം മുകളിലോട്ട് നോക്കുമ്പോൾ none of the min terms are connected. None of the min terms are circled against I0th column. That implies I0 should be equal to 0 because I0 കൊടുക്കുന്ന ഇൻപുട്ട് M0യും M1 min terms ആണ് ക്രിയേറ്റ് ചെയ്യുക മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ടിൽ. ബട്ട് ഇൻ ദ ഗിവൺ ഫംഗ്ഷൻ there are no min terms that are equal to M0 and M1. M0 M1 given function ഇല്ല. So I0 should be connected to 0. That implies your W should be equal to 0. Or I0 should be equal to 0. Similarly, your I1 also should be equal to 0. That implies X also equal to 0. And the I2 input, we have both C bar or C, both rows. That implies I2 should be connected to a logic 1. That implies your Y value should be equal to logic 1. Okay? And whereas the fourth input, we have only M6. M6 corresponding to C bar. So I3 should be equal to C complement. That implies your Z is equal to C complement. Okay? So the 0 is actually C bar dot C, the form of C variable, right? That's equal to 0. Clear ano? So inshallah. Okay, so Clear, right? Right, okay. So none of the min terms are circled implies the respective input will be 0, fed with 0, connected with 0. If both are circled, that particular input should be connected with a logic 1. Okay, now, right. Right. Copy the ganyo ningala. Okay. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം സി വേരിയബിൾ മാത്രമാണോ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, വേറെ വേരിയബിൾ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവാം. ഓക്കെ, അത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിൽ അഡ്രസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 അതേപോലെ റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 1? എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 1? WXYZ ഇവാലുവേറ്റ് ചെയ്യണം. സോ ദാറ്റ് f of ABC equal to sigma 1 to 4, 6. 1 to 4, 6. Same function ഞാൻ എടുക്കുകയാണ് 1 to 4, 6 in my question number 4. So the mux circuit is given, logic is given, and output is specified as
f of a comma b comma c equals sigma 1, 2, 4, and a 6. Okay. And you should identify the values of I0, I1, I2, and I3. They are W, X, Y, and Z. Okay. And there's a slight change at the select line input. All these lines are input. Okay. Only one output line. Select lines are S1 and S0 as usual. Right. Right now, I am changing the select lines with the B and C. B and C. Of course, W, X, Y, Z will be of the form, the missing variable A. Okay, now, so your W, X, Y, Z, 4 options will be W, X, Y, Z will be of the form, the variable A. 4 options now. Question clear now? Output specify 4/1 marks in there. Okay, 4/1 multiplexer. Select lines B and C are connected. S1 is MSB, S0 is LSB. Okay, LSB. Audible ano? Clear ano? Any issues? That lightning on the issues on the lolo. Right, okay. So S0 is the LSB. B and C ആണ് select line വന്നിരിക്കുന്നത്. And the missing variable ഏത് ഫോർമുല ആയിട്ടായിരിക്കും WXYZ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ടേബിൾ എഴുതിയത് C bar equal to 1 C equal to 0 ആയിരുന്നു അല്ലെ. C bar equal to 1 C equal to 1 C bar equal to 1 C equal to 1 അല്ലെ. അതിന് പകരം ഏത് വേരിയബിളിന്റെ ഫോം വേണ്ടത്? എയുടെ ഫോം അല്ലേ വേണ്ടത് അല്ലെ. റൈറ്റ്. അപ്പൊ നമ്മൾ എന്താ എഴുതാ? ഷോർട്ട് കട്ട് ചെയ്യുമ്പം റോ എഴുതുമ്പം A bar equal to 1 and A equal to 1. ഓക്കെ. ആൻഡ് ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. എന്തൊക്കെ ഉണ്ടാവും നമുക്ക്? I0 ഇൻപുട്ട്, I1 ഇൻപുട്ട്, I2 ഇൻപുട്ട് ആൻഡ് I3 ഇൻപുട്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊരു മെത്തേഡ് പഠിക്കും, ബ്ലൈൻഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. മീൻ ടേംസിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? A B C. മീൻ ടേംസിന്റെ ഓർഡർ എങ്ങനെ എഴുതുക കുട്ടികളെ? സെക്കൻഡ് റോ എങ്ങനെ എഴുതാ? നമ്മളെ ഓർഡർ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ. 100 101 110 and 111. അപ്പൊ നമ്മൾ മിൻ ടേംസിന്റെ ഓർഡർ എങ്ങനെ എഴുതാ? M0 M2 M4 M6 പിന്നെ ലാസ്റ്റ് റോയിൽ M1 M3 M5 M7 ആണോ? ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? A bar equal to 1 implies A equal to 0 അല്ലെ. A equal to 0. അപ്പം A equal to 0 ആവുന്ന മിൻ ടേംസ് ആണ് നമ്മൾ പ്രോഗ്രസീവ് ഓർഡറിൽ എഴുതേണ്ടത്. അത് ഏതൊക്കെയാ മിൻ ടേംസ്? M0, M1, M2 and M3 അല്ലെ. Because all these 4 min terms with A equal to 0, that implies A bar equal to 1. So അതിന്റെ പ്രോഗ്രസീവ് ഓർഡർ എങ്ങനെയായിരിക്കും? M0, M1, M2 and M3. Okay, no? 0, 1, 2, 3. Correct. And A equal to 1 implies the last 4 min terms 4, 5, 6, and 7. So they are M4, M5, M6, and M7. അത് മാത്രമേ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ഏത് വേരിയബിൾ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം നമ്മൾ മിൻ ടേംസിന്റെ ഓർഡറും മിൻ ടേംസിന്റെ ഇൻഡെക്സും ഫിക്സ് ചെയ്യേണ്ടത്. അത് മസ്റ്റാണ്. ബിക്കോസ് ആ വേരിയബിൾ ആണ് ഔട്ട്പുട്ടിൽ ഏത് വരണമെന്ന് തീരുമാനിക്കുന്നത്. ബിക്കോസ് ഇൻപുട്ട് ഈസ് ഗോയിങ് ടു കണക്ട് വിത്ത് ഡിഫറെന്റ് ഫോംസ് ഓഫ് A. 4 കേസുകൾ: A, A bar, 0 or A1. ഓക്കെ ആണോ? റൈറ്റ്. ആൻഡ് ദ റിക്വയർഡ് മിൻ ടേംസ് നമ്മൾ സർക്കിൾ ചെയ്യുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെ അല്ലേ. ഏതൊക്കെ മിൻ ടേംസ് നമുക്ക് ആവശ്യമുള്ളത്? 1, 2, 4, 6. 1, 2, 4 and a 6. That implies I0 should be equal to what? A, right? So W should be equal to A. I1 should be equal to what? A complement.
implies x equal to a bar or a complement. I2 column നമ്മൾ നോക്കിയപ്പോൾ രണ്ട് min terms circled ആണ്. So I2 should be equal to 1. So that implies y should be connected to 1, y equal to 1 because I2 equal to 1. I3 ല് ഒരു min term പോലും circle ചെയ്തിട്ടില്ല. So I should put I3 equal to 0. That implies z equal to 0. Then a bar 1, 0. A bar 1, 0. അപ്പോൾ കുറച്ച് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇത് കറക്റ്റ് ആണോ, ഇംപ്ലിമെന്റേഷൻ കറക്റ്റ് ആണോ എന്ന് സംശയം ഉണ്ടാവും. ഒരു കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. എ ബി സിയിൽ നമ്മൾ 1, 1, 0 കൊടുത്തു. 1, 1, 0 എന്ന് പറഞ്ഞാൽ ഏത് min term ആണ്? 6 ആണ് അല്ലെ? 6 ഔട്ട്പുട്ടിൽ പ്രസന്റ് ആണല്ലോ അല്ലെ? അപ്പൊ 1, 1, 0 എന്ന കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരണം? ഔട്ട്പുട്ടില് 1 വരണമല്ലോ. ബിക്കോസ് 1, 1, 0 implies 6. Min term 6 is present at the output. So 1, 1, 0 implies b equal to 1, okay, c equal to 0 and a equal to 1. ശരിയല്ലേ? b1 c0 ആണെങ്കിൽ s11 s0 0 ഏത് ഇൻപുട്ടാ സെലക്ട് ചെയ്യുക? I2 will be selected. ശരിയല്ലേ? bc s1 s0 ആണ്. 1, 0 implies input 2 I2 will be selected. Third input I2 will be selected. And what is I2? I2 is connected to 1. So 1 output select ചെയ്യുമ്പോൾ output എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. That implies if we are applying a combination 1, 1, 0, the output will be logic 1. That implies min term 6 will be present. Okay. So let us check min term 1. Min term 1 combination എന്താണ്? 0, 0, 1. 0, 0, 1 implies BC equal to 0, 1. ശരിയല്ലേ? BC 0, 1 അല്ലെ? 0, 0, 1 ആണ്. With A equal to what? A equal to 0. 0, 1 കൊടുത്താൽ S10, S01 ഏതാ സെലക്ട് ചെയ്യാം? ഇൻപുട്ട് 1 സെലക്ട് ചെയ്യും. I1 സെലക്ട് ചെയ്യും അല്ലെ? I1 എന്താ കൊടുത്തിരിക്കുന്ന കുട്ടികളെ നോക്കിയാൽ നിങ്ങൾ? I1 is connected to a complement. So output will be a complement. What is A? A is 0. What will be a complement? Will be 1. So function will be 1. If you are applying a combination 0, 0, 1, that implies there exists a min term 1 at the output. അങ്ങനെ നമുക്ക് ഓരോ കേസും ചെക്ക് ചെയ്യാം. എല്ലാ കേസും വാലിഡ് ആയിരിക്കും. So the same shortcut can be used for any variable that is connected to the ഇൻപുട്ട് സൈഡ്. നേരത്തെ ഒരാൾ ആ സംശയം ചോദിച്ചായിരുന്നു. സി ആണോ എപ്പോഴും നമ്മൾ ഇൻപുട്ട് ചെയ്യുക? അത് നിർബന്ധമില്ല. എ ചെയ്യാം, കുഴപ്പമില്ല. ബി ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു പ്രോബ്ലത്തില്. ബി ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ ആണോ? എനി ക്വറി, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സോ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് W equal to A, X equal to a complement, Y equal to 1 and Z equal to 0. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൊരു ഓപ്ഷൻ എന്തായിരിക്കും? A bar 1, 0 ആയിരിക്കും. ഓർ ഒന്നുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ 1, 2, 4, 6 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ലൈനിൽ BC കൊടുക്കാം. A വേരിയബിള് ഈ രീതിയിൽ കൊടുക്കാം. യു വിൽ ഗെറ്റ് 1, 2, 4, 6. ഓർ അങ്ങനെ അല്ലെങ്കിൽ 1, 2, 4, 6 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പ്രോബ്ലം 1, 2, 4, 6 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയും ബിയും സെലക്ട് ലൈനിൽ കൊടുക്കാം. ദ തേർഡ് വേരിയബിൾ സി ഈ രീതിയിൽ കൊടുക്കാം. Then also you can implement the same function 1, 2, 4, 6. Or the other way, the same function can be implemented in different ways by using a multiplexer. That multiplexer can be either 2x1, 4x1 or 8x1, etc., etc. Doesn't matter. So the same shortcut is applicable for all കേസസ്. എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ഷോർട്ട് കട്ട് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എപ്പോഴും ടേബിൾ വരയ്ക്കേണ്ട ആവശ്യം പോലും വരില്ല. നിങ്ങൾ വളരെ ഫെമിലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ടേബിള് മനസ്സിലോട്ട് വരും. അപ്പോൾ ടേബിൾ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. പറ്റുന്നില്ലെങ്കിൽ മാത്രം ടേബിൾ വരയ്ക്കാം. ഓക്കെ ആണോ? ഇനി ഒട്ടും തന്നെ സമയം ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നമ്മൾ ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഇൻപുട്ട് ചെയ്തിട്ട്
ഔട്ട്പുട്ടിലെ മിൻ ടേംസ് ആയിട്ട് കമ്പയർ ചെയ്യുക. 1 ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പൊ 001 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരണം ഈ ക്വസ്റ്റ്യനിൽ അല്ലെ. നേരെ തിരിച്ച് 011 3 കോമ്പിനേഷൻ കൊടുത്താൽ 011 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. അപ്പൊ ഈ 4 ഓപ്ഷനില് ഡിഫറെന്റ് വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് എത്താം അല്ലെ. സോ ഈ കേസിൽ A1 കൊടുത്തു കഴിഞ്ഞാല് A1 ആണെങ്കിൽ W1 ആവും, X 0 ആവും, Y1 ആണ്, Z 0 ആണ്. റൈറ്റ്. സോ A1 ആവുന്ന എല്ലാ കേസിലും ഫംഗ്ഷൻ 1 ആയിക്കൊള്ളാൻ നിർബന്ധമല്ല. സോ A1 A bar 0, Y1 Z0. ആ കേസിൽ ഔട്ട്പുട്ട് എന്താ വരിക നമുക്ക് നോക്കാം. A1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരിക? A1 ആണെങ്കിൽ 4 5 6 7 ആണ് വേണ്ടത്. അപ്പൊ ബാക്കി സെലക്ട് ലൈൻസിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ യു കൺ സ്റ്റിക്ക് ഓൺ ടു ദിസ് ഷോർട്ട് കട്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. കോമ്പിനേഷൻസ് ഇൻപുട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ ടേബിൾ വരച്ചിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഈ ഷോർട്ട് കട്ട് ക്ലിയർ ആണോ 4/1 മാർക്സിന്റെ കേസിൽ? ഓക്കെ ആണോ? So I'm moving to another problem. Same function we are going to implement using a b variable at the input side. Okay ആണല്ലോ അല്ലേ? Alright. ക്ലിയർ അല്ലാത്തവർ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. So question number 5. Same multiplexer 4/1. Okay. Same function f of ABC equals sigma 1 2 4 6. 1 2 4 6. Select lines are A and C. I0, I1, I2, and I3. And they are marked as W, X, Y, and Z. Find the values of W, X, Y, and Z. Select lines are S1 here, S0 here. This is MSB. This is LSB. This is LSB. And I3 is MSB. It's a 4/1 max. W, X, Y, Z values പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ what are the values of W, X, Y, Z? Okay, B bar 10. Right, pretty good. B bar 10. Grishman ചെയ്തിട്ടുണ്ട്. B bar 10. Samya answer ചെയ്തിട്ടുണ്ട്. What about others? Neetu B bar 10. Okay, എല്ലാവർക്കും B bar 10 answer. Very good. So let me check this. Good. We are going to identify I0, I1, I2, I3. And the input variable will be in the form of B. So I'm writing B bar equal to 1 and B equal to 1. So B bar equal to 1 implies B equal to 0. And I should properly arrange my minterms. B equal to 0 minterms. So let me write it in the order first. As usual, 8 combinations and down. 111. B equal to 0 or B bar equal to 1 minterms are B equal to 0 minterms M0, then M1, 0, 1. Then B equal to 0 comes here, M4, M4, then M5, right? So 4 minterms. So I should write these 4 minterms in the progressive order. So they are M0, M1, M4, and M5. Okay. And the other case, B equal to 1 minterms are 2, 3, 5, 7. So M2, M3, not 5, 6, 7. M2, M3, M6, and M7. So M6 and
7. And you can circle the required minterms given in the question. 1, 2, 4, 6. 1, 2, 4, and a 6. That implies I0 should be equal to B, implies W equal to P, I1 equal to P complement, X equal to P complement, I2 equal to, both are circled, 1, so Y equal to 1. I3, none of them are circled, so I3 should be equal to 0, implies that equal to 0. The same shortcut can be used. And you can verify by applying the combinations. If you're applying ABC equal to 0, 0, 1, you will get F equal to 1 because minterm 1 is present. If you're applying 0, 0, 0, you will get F equal to 0 because 0 is absent in the given function F at the output side of the multiplexer. Okay, now clear now? Then so the same function 1, 2, 4, 6 you can implement by connecting the form of B variable, A variable, or even a C variable at the input side. Doesn't matter. Okay now? Right, okay. Right. ഒരു ഹോംവർക്ക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് how to implement a 4x1 multiplexer using 2x1 multiplexers, how to implement an 8x1 mux using 4x1 and 2x1 multiplexers, how to implement 8x1 multiplexer using 2x1 multiplexer only. Okay. And finally, we will try to identify the solution of a question, that is, what is the required size of the multiplexer so that an n variable function is implemented. അതായത് ഒരു n variable boolean function implement ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സൈസ് ഉള്ള മൾട്ടിപ്ലെക്സർ ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2x1 mux കൊണ്ട് നമുക്ക് 2 വേരിയബിൾ ഫങ്ഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാം. 4x1 mux കൊണ്ട് നമുക്ക് 3 വേരിയബിൾ ഫങ്ഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാം. 8x1 mux നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 വേരിയബിൾ ഫങ്ഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു n വേരിയബിൾ ഫങ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വലിയ മൾട്ടിപ്ലെക്സർ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, അത് നമ്മൾ ആൻസർ ചെയ്യും അടുത്ത ക്ലാസ്സിൽ. അതിന്റെ കൂടെ തന്നെ ആ വലിയ മൾട്ടിപ്ലെക്സർ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര ചെറിയ 2x1 മൾട്ടിപ്ലെക്സേഴ്സ് വേണം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതായത് n വേരിയബിൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വലിയ മൾട്ടിപ്ലെക്സർ വേണം, ഏത് വലിയ സൈസുള്ള മൾട്ടിപ്ലെക്സർ വേണം, അതിന്റെ കൂടെ തന്നെ n വേരിയബിൾ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര 2x1 മൾട്ടിപ്ലെക്സേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും, or how many 2x1 multiplexers are required to implement an n variable boolean function. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആൻസർ ചെയ്യും. അതിനു മുമ്പായിട്ട് ഒരു ഹോംവർക്ക് തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? സോ പ്ലീസ് കോപ്പി ദ ഹോംവർക്ക്. ഓക്കെ, I0, I1, I2, I3, it's a 4x1 multiplexer, and the select lines are S0, S1. Okay, I'm connecting C here, A here. Okay, and I'm connecting B bar 1 and a 0 here. And what will be the function implemented by the logic minterms. Okay, അത് നിങ്ങൾ
ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യു ട്രൈ യുവർ സെൽഫ്. ഓക്കെ.